ഇന്നത്തെ റെസിപ്പി റംബൂട്ടാൻ പുളിശ്ശേരിയാണേ. ആവശ്യമായ ചേരുവകൾ ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം. കഴുകി വെച്ച റംബൂട്ടാൻ വേവിക്കാനായി മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കീറിയും ഇടുക. പിന്നീട് അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ജീരകവും ചേർത്ത് നന്നായി അരയ്ക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന റംബൂട്ടാനെ ആവശ്യത്തിന് ഉപ്പിട്ടു ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരപ്പൻ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കുക. ഇനി കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ആറാനായി വെക്കാം. ആറിയതിന് ശേഷം പുളിക്ക് ആവശ്യമായ തൈര് ചേർക്കാം. റംബൂട്ടാന് പുളി കൂടുതലാണെങ്കിൽ തൈര് കുറച്ച് ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും ഉലുവയും കരിവേപ്പിലയും ഇട്ട് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിനി റംബൂട്ടാൻ പുളിശ്ശേരിയുടെ മുകളിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യില്ലേ?